അത്യാധുനിക സാങ്കേതിക മികവോടെ. എന്ത് കാണുന്നേ? ബൈക്ക് ഉത്സവത്തിലെ ഫ്ലോട്ട് അപാര സംഭവമാണല്ലോ ഇത്. അത് ബൈക്കിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ പറ്റിച്ചത്? ഇത് മസാദ് എന്ന് പറഞ്ഞവൻ അവനല്ലേ അമ്മക്ക് ഉണ്ടാക്കി തരും. അമ്മയുടെ ചങ്കും കയറലും എല്ലാം അറിയാം. എന്ത് പറഞ്ഞാലും അമ്മക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നു. ഇത് MBDക്ക് നിങ്ങളൊരു ഒരു വലിയൊരു വരദാനം തന്നെ കേട്ടോ. MBD കണ്ടാൽ പോകത്തില്ലേ? നമ്മൾ ഹൈവേ കയറുന്നില്ലല്ലോ. നമ്മൾ ഈ സാധനം പിന്നെ വേറെ വണ്ടിക്കകത്തല്ലേ കൊണ്ടുപോകുന്നത് എല്ലാ സാധനവും. അവിടെ ചെന്ന് സെറ്റ് ചെയ്ത് ഉത്സവത്തിന്റെ പുറകെ നമ്മൾ പോകുന്നല്ല. അതായത് ഉത്സവ സീസണുകളിൽ നമ്മൾ ഘോഷയാത്രയ്ക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ആവശ്യക്കാർ നമ്മളെ വിളിച്ചാൽ നമ്മള് ഈ ബൈക്കും ഈ മഹാദേവനെയും നന്ദികേശനെയൊക്കെ അവിടെ വേറൊരു വണ്ടിയിൽ കൊണ്ടെത്തിക്കും. എന്നിട്ട് അവിടെ വെച്ച് സെറ്റ് ചെയ്ത് ഘോഷയാത്രയ്ക്കൊപ്പം പോകൂല്ലേ? അപ്പൊ നമ്മൾ വലിയ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇവർ രണ്ടുപേരും ഇടവും വലവും ഇങ്ങനെ ഉണ്ട് ഇല്ലേ? മസാദ് ചേട്ടനും ചേട്ടന്റെ പേരെന്താ? അഭിലാഷും പിന്നെ ചേട്ടൻ ഒരു സലീം. മറ്റേ 4 വീലുള്ള വണ്ടിക്കകത്തല്ലേ പോകുന്നത്. ഇതാകുമ്പോ ഒരു വെറൈറ്റി ആവും. കണ്ട ഒരു നല്ല കൗതുകമല്ലേ. ഒരു ടെമ്പോയ്ക്കകത്ത് പോകുന്ന സെറ്റപ്പ് എല്ലാം ഇതിനകത്തുണ്ട്. ഇത് അതന്നെ സംഭവം. കാല് കണ്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് മഹാദേവന്റെ. നമ്മളെ നിലയ്ക്കുമ്പോഴല്ലേ ഇങ്ങനെ ഇരിക്കുന്ന മഹാദേവനല്ല മഹാദേവൻ. അങ്ങനെ ഇരിക്കുക മാത്രമല്ല, നിന്നിട്ട് തിരുജടയെന്ന് ഈ ഗംഗാജലം ഭക്തർക്ക് അനുഗ്രഹം ചൊഴിയുകൂടി ചെയ്യൂലേ? ആരാ ഇതെങ്ങനെ സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കണം ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു കൊടുക്കും, അവൻ ചെയ്യും. എന്ത് പറഞ്ഞു കൊടുത്താലും ചെയ്യൂലേ? എന്ത് പറഞ്ഞു കൊടുത്താലും ചെയ്യും. അപ്പം പകൽ സമയങ്ങളിൽ രാവിലെയൊക്കെ മീൻ കച്ചവടത്തിന് പോയിട്ടാണ് ഈ ഉത്സവ സീസണുകളിൽ നമ്മൾ ഘോഷയാത്രയ്ക്ക് പോകുന്ന സമയത്ത് കച്ചവടത്തിന് പോകത്തില്ല. ഓക്കെ. അപ്പൊ ഈ ബൈക്കിനകത്തല്ലേ കഴിഞ്ഞ പൾസറിനകത്താണോ? അതിനെല്ലാം ഡിസ്കവർ ആയിരുന്നു. ഈ കൊല്ലം ഇച്ചിരി വെയിറ്റ് ആയതുകൊണ്ട് പൾസറാക്കിയില്ലേ? അപ്പൊ വെയിറ്റ് ഉണ്ട്. അപ്പൊ ഇതിലേക്ക് വേണ്ടിട്ട് വണ്ടി സെറ്റാക്കി ഇതിനായിട്ട് വേണ്ടി. അത് മാത്രമല്ല 2 മാസം കൊണ്ട് ഇപ്പം വ്രതത്തില്ല. ഏത് കാര്യത്തിലും അത് എന്തുവാ വ്രതം തന്നെ. നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ഭക്തിയോട് കൂടി തന്നെ അവൻ ചെയ്തത്. കാര്യം അവന്റെ വീട്ടിൽ കൊണ്ടുവച്ച് അവന്റെ സമയം കണ്ടെത്തി എല്ലാം ചെയ്ത നേരി കാണണമല്ലോ അവിടെ. ഭയങ്കര തോന്നാ. എന്താ ഇങ്ങനെ ഒരു ഫ്ലോട്ട് നിർമ്മിക്കണം നിങ്ങളുടെ മുന്നിൽ തോന്നാൻ കാര്യം എന്താ? ഞങ്ങള് ഒരു കൊല്ലം അല്ലേ കൊറോണയ്ക്കൊക്കെ മുമ്പ് കുതിരയെ പണിഞ്ഞായിരുന്നു. ഒരു ഇച്ചിരി വീട്ടിൽ നിന്ന് തടി വെച്ചു അവൻ പണിഞ്ഞ. പിന്നെ അത് ആനയൊക്കെ പണിഞ്ഞു. പിന്നെ അതും കൊടുത്തു. പിന്നെ ഇതാ വേണ്ടാന്നും പറഞ്ഞ് നിന്ന പിന്നെ ഒരു കൗതുകം തോന്നിയാണ്. ബൈക്കിനകത്ത് അനുഭവം വന്നു. ഭയങ്കര സംഭവം. അവന്റെ കമ്പിയും തുണിയുവാ എങ്കിൽ തന്നെ നമ്മൾ കാഴ്ച കാണുമ്പോൾ ഗംഭീരമാണ്, അതിമനോഹരം തന്നെയാണ്. ചേട്ടാ ഇങ്ങനെ നേരത്തെ ചെയ്യാറുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലോട്ട് ഉണ്ടാക്കുന്നത്. ഈ ചേട്ടനാണ് ഈ ഒരു ഫ്ലോട്ട് നിർമ്മിച്ചത്. ചേട്ടന്റെ പേര് മസാദ് എന്നാണ്. ചേട്ടാ വ്രതം നോക്കിയൊക്കെ ചെയ്തല്ലേ? 2 മാസം. 2 മാസം പൂർണ്ണ വ്രതത്തിലായിരുന്നു. 2 മാസം ഇപ്പോഴും വ്രതം തെറ്റിച്ചിട്ടില്ല. 24-ാം തീയതി വ്രതം ഒഴിയും. എങ്ങനെ ചേട്ടാ ഇത് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ തോന്നാൻ കാര്യം? വെച്ചാൽ ഒരു വെറൈറ്റി അല്ലേ, അങ്ങനെ പണിഞ്ഞതാണ്. പക്ഷെ ഞാനിന്ന് ആദ്യമായിട്ടാണ് ഈ ഫ്ലോട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഫ്ലോട്ടിൻ്റെ പണി ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് പക്ഷെ അതങ്ങ് വിജയിച്ചു. എന്തായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി. കമ്പിയുണ്ട്, അത് ഫൈബറൊന്നും അല്ല, കമ്പിയും തുണിയാണ് അല്ലേ? വെറും തുണി, നമ്മുടെ പുതയ്ക്കുന്ന തുണിയാണ് സംഭവം, അല്ല വേറെ ഒന്നുമില്ല. മുഖമൊക്കെ ആ തുണിക്കകത്ത് തന്നെ എതിർത്തേക്കുന്നത്. മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നോ? ഞാൻ സാധാരണ ഫോട്ടോ നോക്കിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് വ്രതം നിന്നുകൊണ്ട് നമ്മളൊന്നും നോക്കിയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വലിയ ഭാഗ്യം. എന്തോ അറിയാൻ വയ്യ. മറ്റേ സാധാരണ ഫോട്ടോ നോക്കുന്നേ. പക്ഷെ ഇത് പിന്നെ നമ്മൾ സ്ഥിരം കൊണ്ടുപോകുന്ന സാധനം. ഇത് ആ വണ്ടിയിൽ നമ്മൾ കന്നാലിയെ കൊണ്ടുപോകുന്നേ. അതുകൊണ്ട് ഇതിന്റെയൊക്കെ മുഖം നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഒരിക്കലല്ല. ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. ഉണ്ടാക്കിയെടുക്കുന്നത് അത് ബൈക്കിൽ സെറ്റ് ചെയ്യാൻ പാകത്തില്ല. ബൈക്കിന് വെയിറ്റ് ഇല്ല. നമ്മളെല്ലാ തുണിയും ഇതുമെല്ലാം വെച്ചുണ്ടാക്കിയേക്കുന്നത്. ദൂരം അനുസരിച്ച് നമുക്ക് റേറ്റ് തന്നാൽ മതി. ദൂരം അനുസരിച്ച് നമ്മളെ വണ്ടി ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വേറെ വണ്ടി നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വണ്ടിക്കൂലിയൊക്കെ കണക്ക് കൂട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഏതൊക്കെ ജില്ലകളിൽ പോകാൻ പറ്റും? നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പൈസ തന്നാൽ എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. വേറെ വണ്ടിയിലല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്, അല്ല ഇങ്ങനെ കൊണ്ടുപോകല്ലോ. അത് ഞാൻ ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കിയ വെച്ചാൽ ഞങ്ങൾ ആദ്യം തിരക്കി ഈ സാധനം കിട്ടുമെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഫ്ലോട്ടുകാരത്തൊക്കെ തിരക്കാൻ പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞു, സാധനം കിട്ടത്തില്ല. അങ്ങനെ ഞാൻ പിന്നെ ഉണ്ടാക്കി. നമ്മളെ മനസ്സിൽ തോന്നി ശിവനെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷെ ശിവനെ ഉണ്ടാക്കിയാൽ റെഡി ആവുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ വ്രതോടെ നിന്ന് ഉണ്ടാക്കിയതാണ്. മനസ്സിലുള്ള ആ രൂപം നമ്മൾ പണിതെടുത്തു.
3 പേരും കൂടെ ചേർന്നപ്പോൾ മനോഹരമായി. ആ ഓക്കെ, ഇത് കാണുമ്പം ഈ ആളുകൾ വിചാരിക്കും നിങ്ങൾ ഇത് എങ്ങനെ ബൈക്ക് ഇത്രയും ദൂരമൊക്കെ ഓടിച്ചുകൊണ്ട് വരുമെന്നൊരു ചിന്ത കാണും. എങ്ങനെയായിരിക്കും നമ്മൾ ഉത്സവ ഇത് മറ്റൊരു വലിയ വണ്ടിയിൽ ഇതെല്ലാം കയറ്റി ഞങ്ങളങ്ങ് പോകും. ഒരു വലിയ സൂപ്പർവൈസറിനകത്ത് അവരെ സൈറ്റിൽ ചെന്ന് അവർ പറയുന്ന സൈറ്റിൽ ഞങ്ങൾ സെറ്റ് ചെയ്യും ബൈക്കിനകത്ത്. എന്നിട്ട് വണ്ടിയെ വിട്ടിട്ട് ഇതുമായിട്ട് ഘോഷയാത്ര. അപ്പോൾ ഈ വർഷത്തെ ഉത്സവം നമ്മൾ പൊളിക്കും. അടിച്ച് പൊളിക്കും. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ പോകും. ഞങ്ങൾ ഈ പ്രാവശ്യം ആണെങ്കിലും പോകും. എന്തായാലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള MVD ഇവിടെ അങ്ങ് വരാതിരിക്കട്ടെ, ഉത്സവ ഘോഷയാത്രയിൽ പരമാവധി MVD പങ്കെടുക്കാതിരിക്കട്ടെ. അല്ല MVD എന്ന് വെച്ചാൽ നമ്മള് വണ്ടിയിൽ പ്രശ്നം വരാൻ സാധ്യതയില്ല. നമ്മളെന്ന് പറയുമ്പോൾ ഉരുട്ടിക്കൊണ്ട് പോകും. സ്റ്റാർട്ട് ആട്ടാന്ന് വെച്ചാൽ കയറ്റെത്തുമ്പോൾ സ്റ്റാർട്ടാക്കും. കയറ്റെത്തുമ്പോഴേ ഇച്ചിരി സ്റ്റാർട്ടാക്കി കൈ കൊടുക്കും. പിന്നെ നമ്മൾ ജനറേറ്റർ ഓൺ ആക്കിയിട്ട് നമ്മൾ ഇത് പാട്ടൊക്കെ ഇടുന്നേ ഉള്ളൂ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഹനുമാനുമായിട്ട് പോയപ്പോഴും ഇതേപോലെ നമ്മൾ മറ്റവർക്ക് ശല്യം ഒന്നും ഉണ്ടാക്കി. ആളുകൾ ഉത്സവത്തിന് വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെല്ലും. ഞാനും മസാദും അഭിലാഷും പിന്നെ വേറെ വണ്ടിക്കകത്ത് കൊണ്ടുപോകും. ചെന്നിട്ട് അവിടെ ചെന്നിട്ട് സെറ്റ് ചെയ്ത് ഘോഷയാത്രയുടെ അവിടെ പോകും. പിന്നെ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 82 81 90 79 03. എൻ്റെ നമ്പർ 94 95 75 26 51. ഈ 2 അമ്പലം വിളിച്ചാൽ മതി. ഈ 2 നമ്പറിൽ ഏത് നമ്പറിൽ വിളിച്ചാൽ കിട്ടും. നമ്മൾ പറഞ്ഞെത്തും മഹാദേവനുമായിട്ടല്ലേ. പിന്നെ വരുമ്പോൾ ഞങ്ങൾ വ്രതത്തിലായിരിക്കും. വ്രതമാ, നമ്മൾ പക്ക വ്രതം നോക്കിയാണല്ലേ? പക്ക വ്രതമാ. ചേട്ടാ കണ്ടവരൊക്കെ എന്താ പറഞ്ഞു? കണ്ടവരൊക്കെ ഇത് കണ്ട് ഞെട്ടിപ്പോയിരിക്കുക. സംഭവം കണ്ട് വാൻ സെറ്റപ്പ്. ആരും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ പുള്ളി അടിപൊളിയായിട്ട് പണിഞ്ഞില്ലേ? പണി സൂപ്പറായിട്ട് പണി. അവന് ഒരു 37 വയസ്സ് കാണും. അല്ല എന്താ പറയാനുള്ളത് എന്തോ അവനെ നല്ല വൃത്തിക്ക് ഏത് കാര്യം സലീം അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും ആ രീതിയിൽ പണിഞ്ഞിരിക്കും. നല്ല സപ്പോർട്ടാണ്. മറ്റൊരാൾക്ക് അവൻ പണിയാനും പോകത്തില്ല. ശിവനെ പണിയുമ്പോൾ ഇത്രയും ഭംഗിയാവുമെന്ന് വിചാരിച്ചില്ല. മറ്റുള്ള ദൈവങ്ങളെ പോലെയല്ല. അല്ല, ശിവൻ പിന്നെ ഭാഗ്യം കൂടെ വേണം അത് പണിയാൻ. അതാ ഒന്നും പറയാനില്ല. ഇന്നിത് പൂജിക്കാനായി കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടിരിക്കുക ഇത് കണ്ട്.